സഹോദരി സഹോദരന്മാർ, കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങൾക്ക് പാചകവാതകം ലഭ്യമാക്കുന്നതിനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായും പുറകോട്ട് പോയിരിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തിലെ എണ്ണ ഖനന കേന്ദ്രങ്ങളെല്ലാം അവരുടെ അധീനതയിൽ കൊണ്ടുവരുന്നതിന് ദീർഘകാലമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായതിനു ശേഷം ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അദ്ദേഹം ബഹുദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ലോകരാജ്യങ്ങളെയാകെ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അങ്ങേയറ്റം നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട് ഇവിടെ യുദ്ധമുഖം തുറന്നിരിക്കുന്നു. ഇറാനെ ലക്ഷ്യമാക്കി ഇസ്രായേലിനെ ഉപയോഗിച്ച് യുദ്ധമുറകൾ ആരംഭിച്ച അമേരിക്ക എണ്ണയാണ് ലക്ഷ്യമിടുന്നത്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെല്ലാം തകർത്ത് അമേരിക്കയുടെ ആധിപത്യത്തിൽ, അമേരിക്കയുടെ നിയന്ത്രണത്തിൽ ലോകത്തെയാകെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഈ പ്രശ്നത്തിൽ ഇന്ത്യയുടെ നിലപാടെന്ത് എന്നുള്ളതാണ് ഗൗരവമായി ഉയർന്നു വന്നിട്ടുള്ളത്. ഇവിടെ നേരത്തെ വിശദീകരിച്ചതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയുടെ ഈ ഹീനമായ ശ്രമത്തെ ഒരു തരത്തിലും വിമർശിക്കാൻ തയ്യാറാകുന്നില്ല. അമേരിക്കയുടെ നീക്കത്തെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ ഇന്ത്യ ഗവൺമെൻറ് സന്നദ്ധമല്ല എന്നുള്ളതാണ് സ്ഥിതി. യുദ്ധത്തെ തുടർന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അതിഗുരുതരമായ സ്ഥിതിവിശേഷം രൂപപ്പെട്ടു വരുമ്പോൾ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ജനങ്ങളുടെ ദുരിതം കുറയ്ക്കാൻ, ജനങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഭീതി ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് പകരം എല്ലാ തലത്തിലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണ നൽകുന്ന നിലപാടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം സ്വീകരിച്ച സമീപനം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിലുണ്ട്. ഒരു ജനങ്ങൾക്കെതിരായി ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളിലും അദ്ദേഹത്തിന് പ്രതികരണമില്ല. എല്ലാ ഹീനമായ നടപടികളെയും മനുഷ്യത്വ വിരുദ്ധമായ അമേരിക്കയുടെ സമീപനത്തെയും പിന്തുണയ്ക്കുക എന്ന നിലപാടാണ് ഇവിടെ നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. പെട്രോളിയം സഹമന്ത്രിയാണ് കേരളക്കാരൻ കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി. എന്താണ് ഇവിടെ നിന്ന് അവിടെ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള സഹമന്ത്രിമാരുടെ നിലപാട്? അവർ കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ കേരളത്തിൽ നിരവധി ഹോട്ടലുകൾ പൂട്ടിക്കഴിഞ്ഞു. ഹോട്ടലുകൾ പൂട്ടിക്കഴിഞ്ഞ് വീടുകളിലേക്ക് എത്തുകയാണ്. അതാണ് യുദ്ധം അടുക്കളയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇതാണ് ഈ സ്ഥിതി. അപ്പോൾ ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് പകരം ഇതിനെതിരായ നിലപാടാണ് എടുക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പാചകവാതകം ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കുന്നു. കുടിവെള്ളം പൈപ്പ് ലൈനിൽ കിട്ടുന്നത് പോലെ കേരളത്തിൽ പാചകവാതകം പൈപ്പ് ലൈൻ വഴി വിതരണം ചെയ്യാനാവശ്യമായ നിലപാടുകൾ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുമ്പോഴാണ് ഇവിടെ കടുത്ത ക്ഷാമം സൃഷ്ടിക്കുന്ന അതിന് സഹായകരമായ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഈ നീക്കം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഈ നാടാകെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ജനവിരുദ്ധ നടപടിക്കെതിരായി ജനങ്ങൾക്ക് പാചകവാതകം എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിറവേറ്റാതെ അമേരിക്കയുടെ വേട്ടയാടലിന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യ ഗവൺമെൻറ് അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമായ പാചകവാതകം എത്തിച്ചു കൊടുക്കുന്നതിന്
അവർക്ക് പാചകവാതക വിതരണം നിർലോഭം നടത്തുന്നതിന് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് ചുമതലയുണ്ട്. കോവിഡ് മഹാമാരി പിടികൂടിയിരുന്നു നമ്മുടെ നാട്ടിൽ. എന്താ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്? കേന്ദ്ര ഉടമസ്ഥതയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഫാക്ടറികളും അടച്ചു. എന്നിട്ട് ആ അത്യാവശ്യ മരുന്ന് പോലും ലഭ്യമാകാത്ത നിലപാട് സ്വീകരിച്ചപ്പോൾ കേരളം എന്താ സ്വീകരിച്ചത്? കേരളം ജനങ്ങളുടെ ജീവൻ പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മരുന്ന് ലോകത്തെവിടെ നിന്ന് കിട്ടുമോ അവിടെ നിന്ന് വാങ്ങി ജനങ്ങൾക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുക എന്നുള്ള നിലപാട് ഈ കേരളത്തിൽ സ്വീകരിച്ചില്ലേ? ഇത് ഒരു പ്രതിസന്ധി വരുമ്പോൾ എടുക്കുന്ന മാതൃകാപരമായ നിലപാടാണ്. ഈ പ്രതിസന്ധിയിൽ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് കൂടി പങ്കാളിയായിക്കൊണ്ടുള്ള പ്രതിസന്ധിയാണ് ഈ പാചകവാതകത്തിന്റെ കാര്യത്തിൽ ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ വ്യക്തമാക്കിയതുപോലെ അടുക്കളകളെല്ലാം അടഞ്ഞു പോകുന്ന നിലയിലേക്കാണുള്ളത്. ഗ്രാമീണ മേഖലയിൽ പോലും പാചകവാതകം ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. വിറക് ഉപയോഗിക്കുന്ന നിലയിൽ നിന്ന് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഉൾപ്രദേശങ്ങളിൽ അതുപോലുള്ള മേഖലകളിൽ മാത്രമാണ് വിറക് ഉപയോഗിച്ച് കത്തിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നത്. അതിലേക്ക് തിരിച്ചു പോകാൻ ഇനി കഴിയുമോ? അപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് സ്വീകരിക്കുന്ന നിലപാടിൽ മാറ്റം വരുത്തി ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കടുത്ത പ്രതിഷേധം, കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരായി ഈ കടുത്ത പ്രതിഷേധം വ്യാപകമായി ഉയർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത പ്രതിഷേധവുമായി സഹകരിക്കുന്ന എല്ലാവരോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അവരെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നു. അഭിവാദ്യങ്ങൾ.